കലോത്സവ വേദിയിൽ ആവേശമായി ഗോത്രകലകൾ. പണിയനൃത്തം, മലയപ്പുലയാട്ടം തുടങ്ങിയ ഇനങ്ങളിൽ നടന്ന മത്സരം കൗതുകമായി. സ്കൂൾ കലോത്സവത്തിൽ ഇക്കൊല്ലം മുതലാണ് ഗോത്ര വിഭാഗങ്ങളുടെ കലകളും പുതുതായി ചേർക്കപ്പെട്ടത്. മത്സരവേദികൾക്ക് പുതിയ താളവും ആവേശവും നൽകിയാണ് ഗോത്രകലകൾ അരങ്ങേറിയത്. ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന്റെ ഫലമായാണ് കിർത്താഡ്സ് ഡയറക്ടറിൽ നിന്ന് തേടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദിവാസി നൃത്തരൂപങ്ങൾ മത്സര ഇനങ്ങളാക്കിയത്. ഇതോടെ കലോത്സവ വേദികളിൽ ഗോത്രകലകൾ ആവേശമാകുകയാണ്. ഒപ്പനയും സംഘനൃത്തവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ളത് ഗോത്രകലകളുടെ അവതരണത്തിനാണ്. പണിയനൃത്തം, ഇരുളനൃത്തം, മലപുലയാട്ടം, മംഗലം കളി തുടങ്ങിയവയാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. പാരമ്പര്യ കലാകാരൻ ആറങ്ങോട്ടുകര സ്വദേശി സൗന്ദർകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ഇവർ ഗോത്രകലകൾ പരിശീലിച്ചത്. ഞാൻ പഠിപ്പിച്ച എന്റെ മക്കളാണിത്. ഇവര് പരിശീലിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന ഗോത്രവിഭാഗക്കാരായിട്ടുള്ള പളിയരുടെ നൃത്തം അവതരിപ്പിച്ചിട്ട് 1ാം സ്ഥാനം നേടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോ പളിയനൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന പളിയ വിഭാഗക്കാരുടെ ഒരു ഗോത്ര നൃത്തരൂപമാണ് പളിയനൃത്തം. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ പെൺകുട്ടികളാണ് അവതരിപ്പിച്ച 1ാം സ്ഥാനം നേടിയില്ലേ. അന്യം നിന്നു പോകുന്ന ഗോത്രകലകളെ കലോത്സവങ്ങളിലൂടെ പുത്തൻ തലമുറയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും വീണ്ടെടുക്കുകയുമാണ് ലക്ഷ്യം. ന്യൂസ് 18 പാലക്കാട്.